ഇന്ന് വിധി വരികയാണ് നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി. ഈ ശിക്ഷാവിധിയോടെ ഈ പ്രതികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എന്തൊക്കെ തയ്യാറെടുപ്പ് ജയിലിൽ നടത്തിയിട്ടുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ വിധി പ്രസ്താവമാണ്. അതിൽ ശിക്ഷാവിധിയാണ് നടക്കുന്നത്. ഈ ശിക്ഷാവിധി നടക്കുമ്പോൾ അതിലെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇതിനോടകം തന്നെ പൾസർ സുനി അടക്കമുള്ള കേസിലെ 6 പ്രതികളെ ഇതിനോടകം തന്നെ അന്ന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരെ ഇത്രയും ദിവസം ഇവിടെയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 8:30യോടുകൂടി ഇവിടെ നിന്നും ഈ പോലീസ് സുരക്ഷയോടുകൂടി ഈ 6 പ്രതികളെയും കൊച്ചിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അറിയിച്ചിരിക്കുന്നത്. അത് പോലീസ് എത്തി ഈ ജയിൽ അധികൃതരിൽ നിന്ന് ഈ പ്രതികളെ കൈമാറിയതിന് ശേഷം പിന്നീടുള്ള സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തായിരിക്കും. അതിനുശേഷം ആയിരിക്കും പിന്നീട് ഈ വിധി പ്രസ്താവത്തിന് ശേഷം ഈ ശിക്ഷ എന്താണ്, ഇവർക്കുള്ള ശിക്ഷ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിധിച്ചതിന് ശേഷം തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഈ വിയ്യൂരിനെ സംബന്ധിച്ച് 2 ജയിലുകളാണുള്ളത്. വിയ്യൂർ സെൻട്രൽ ജയിലുമുണ്ട്, അതിസുരക്ഷാ ജയിലുമുണ്ട്. അതിസുരക്ഷാ ജയിലിൽ അതീവ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികളെ അല്ലെങ്കിൽ തീവ്രവാദ കേസുകളിലൊക്കെ തന്നെ ഉൾപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ആവശ്യമുള്ള പ്രതികളെ, അങ്ങനെയൊക്കെ ഉള്ള പ്രതികളെയാണ് പാർപ്പിക്കുന്നത്. ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ പൾസർ സുനിയെയും മറ്റ് കൂട്ടാളികളെയും ഒക്കെ തന്നെ പാർപ്പിച്ചിരിക്കുന്നത്. തടവുകാർ എന്നതിൽ നിന്നപ്പുറത്തേക്ക് ശിക്ഷ വിധിക്കപ്പെട്ടെത്തുമ്പോൾ ആ തരത്തിൽ വേണമല്ലോ ഈ പ്രതികളെ അവിടെ ജയിലിൽ പാർപ്പിക്കാനും. തീർച്ചയായും വിചാരണ തടവുകാർ വളരെ കുറച്ച് വിചാരണ തടവുകാർ മാത്രമാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക കേസുകളിലുള്ളവരെ മാത്രമാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരാറുള്ളത്. അല്ലാത്തവരെ എല്ലാം തന്നെ ജില്ലാ ജയിലിലേക്കോ സബ് ജയിലിലേക്കോ ആണ് കൊണ്ടുപോകാറുള്ളത്. ഇതിപ്പോൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു, അതായത് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഇനിയിപ്പോൾ വീണ്ടും ഈ ശിക്ഷാവിധിക്ക് ശേഷവും ഇവർ ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരേണ്ടത്. ഓരോരുത്തർക്കും കൃത്യമായി ഉള്ള ഈ എവിടെയാണ് താമസിക്കേണ്ടതെന്നുള്ള കൃത്യമായ സെല്ലുകൾ ഉൾപ്പെടെയുള്ളവ ഇതിനോടകം തന്നെ ഇവർക്ക് നൽകിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു ഈ ശിക്ഷ കേൾക്കുന്നതിന്, എന്താണ് ശിക്ഷ എന്നുള്ള ഒരു വിധി നടക്കുമ്പോൾ അതെന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോവുക, അതിനുശേഷം തിരികെ എത്തുക, തിരികെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തുക എന്നുള്ളത് തന്നെയാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇതിനോടകം തന്നെ ഈ ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് വിയ്യൂർ ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി.